ഈ എമ്പുരാൻ എന്ന രാജ്യവിരുദ്ധ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ പ്രേക്ഷകർ പറഞ്ഞതാണ് ഞങ്ങൾ നിങ്ങളെ വേട്ടയാടും. ഇപ്പോൾ ഇഡിയും ആ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ ഭീകരവാദികളെ വെള്ളപൂശുന്ന സിനിമയെ എടുത്തവരെ, അണിയറ പ്രവർത്തകരെ വേട്ടയാടുകയാണല്ലോ ഇഡി. സ്വാഭാവികം നമ്മൾ ചിന്തിച്ചതുപോലെ സയ്യിദ് മസൂദ് എന്ന പൃഥ്വിരാജ് മൊത്തത്തിൽ ബോംബിട്ട് തകർത്തിരിക്കുകയാണ്. അപ്പൊ ഇഡി വരുമെന്നും അല്ലെങ്കിൽ കേന്ദ്രാന്വേഷണം വരുമെന്നും ഇതിന് മുന്നോടിയായിട്ട് എമ്പുരാന്റെ ഈ ഒരു കോലാഹലവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ഊഹിച്ചിരുന്നു. ആ ഊഹാപോഹങ്ങൾ ഇപ്പോൾ കൃത്യമായി കൊണ്ടിരിക്കുകയാണ്. ഇഡി അന്വേഷണം ഇപ്പം ഗോകുലത്തിന്റെ നിരവധി ശാഖകളിലേക്ക് അതിന്റെ ഇഡി അന്വേഷണം തുടങ്ങി. ചെന്നൈയിലും കോഴിക്കോടും കൊച്ചിയിലുമാണ് ഇപ്പോൾ ഇഡി റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ മുന്നേ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇഡി റെയ്ഡ് നടത്തുന്നു എന്നുള്ള വിവരം കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഇതിനെ ചൊല്ലി ഗോകുലം ഗ്രൂപ്പ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കുറച്ച് സമയത്തിന് മുൻപാണ് ഈ ഒരു റെയ്ഡ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റെയ്ഡ് ഗോകുലത്തിലേക്ക് വ്യാപിച്ചു എങ്കിലും ഇനി നേരെ പൃഥ്വിരാജിലേക്കും വന്നുകൂടാ എന്നില്ല. കാരണം 200 കോടി അടിച്ചു, 200 കോടി ലോട്ടറി അടിച്ചു, അല്ലെ 200 കോടി ക്ലബ്ബ്, അല്ലെ അതുക്ക് മേലെ ഗോകുലം അടിച്ചതിന്റെ പ്രത്യാഘാതമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കേരളത്തിൽ മാത്രമല്ലല്ലോ, കേരളത്തിൽ ഇഡി റെയ്ഡ് ആണെങ്കിൽ തമിഴ്നാട്ടിൽ അത് മറ്റൊരു രീതിയിലല്ലേ. അതെ, കേരളത്തിൽ ഇപ്പൊ ഇഡി ആണെങ്കിൽ ഗോകുലത്തിന് തമിഴ്നാട്ടില് വൻ തിരിച്ചടിയാണ്. അവിടെ വലിയ പ്രതിഷേധങ്ങളാണ് കർഷകരുടെ ഇടയിൽ. നമുക്കറിയാം, മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സിനിമയിൽ വിവാദം ഉണ്ടായതിനെ ചൊല്ലി കർഷകർ ഗോകുലം ഗ്രൂപ്പിനെതിരെ പ്രതിഷേധമാണ്. മിക്ക ഗോകുലം സ്ഥാപനങ്ങൾക്ക് നേരെയും അവർ പ്രതിഷേധം ഉയർത്തി. ആ ഒരു സിനിമ അവിടെ ബാൻ ചെയ്യണമെന്നുള്ള സമ്മർദ്ദവുമായിട്ടാണ് ഭരണത്തിലുള്ളവരിലേക്ക് ഈ കർഷകരെ അതിലൊരു സീന് തന്നെ ഉണ്ടല്ലോ. ഈ മുല്ലപ്പെരിയാറിന് സമാനമായ ഒരു ഡാം ഭീഷണി ഉണ്ടായിരുന്നു. അതോടൊപ്പം ഈ ഗോകുലം ഗോപാലിലേക്ക് വരികയാണെങ്കിൽ, ഈ അണിയറ പ്രവർത്തകരിലേക്ക് വരികയാണെങ്കിൽ, ഈ സിനിമയ്ക്ക് കൃത്യമായി തന്നെ വിദേശത്ത് നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ വന്നിട്ടുള്ള ഫണ്ട് എവിടെ കൃത്യമായ അന്വേഷണം ഇനിയിപ്പോ നടക്കും. കാരണം 200 കോടി അത് ഒരു രാഷ്ട്രീയ പാർട്ടി കൂടെയല്ല, ഈ ആരാധകരും അടക്കമുള്ള പലരും ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾക്ക് തയ്യാറായി എന്ന് തന്നെ വിവരങ്ങളുണ്ട്. അത് കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ അങ്ങനെ വലിയ വിവാദങ്ങൾക്കിടയിലാണല്ലോ ഈ കൃത്യസമയത്ത് തന്നെ ഇഡിയുടെ റെയ്ഡ് ഉണ്ടായിരുന്നത്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടല്ലോ. ഈ ഒരു ഇഡി റെയ്ഡ് ശ്രീജിത്ത്, ഇതിപ്പം ഗോകുലം ഗ്രൂപ്പിലേക്ക് വന്നെങ്കിലും നേരത്തെയുള്ള ഒരു കേസിനെ ആസ്പദമാക്കി വന്നെങ്കിലും ഈ ഒരു റെയ്ഡിനെ ആസ്പദമാക്കി അവർ നോട്ടമിടുന്ന എമ്പുരാൻ സിനിമയുടെ ബഡ്ജറ്റാണ്. എമ്പുരാൻ സിനിമയുടെ ബഡ്ജറ്റ് ഇപ്പൊ ഈ ഒരു ഗോകുലത്തിലേക്ക് വന്നു ചേർന്ന ഈ ഫണ്ട്, ഇതിനെ പിന്തുടർന്ന് ഇത്ര കോടി ഇത് എങ്ങനെ വന്നു, ഇത് ഇപ്പോൾ ഇത്ര കോടി രൂപയുടെ കളക്ഷൻസ് അവർക്ക് കിട്ടി. അപ്പൊ അതിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേരെ ഇനി ചെല്ലുന്ന ഇതിന്റെ ഫണ്ടിങ് പരിപാടിയാണ്. ഈ പ്രൊഡക്ഷന് എങ്ങനെയാണ് ഇത്രത്തോളം ഫണ്ട് കിട്ടിയത് എന്നുള്ളത് പിന്നെ പൃഥ്വിരാജിലേക്കും മറ്റുള്ള ആശീർവാദ് സിനിമാസിലേക്കും ആന്റണി പെരുമ്പാവൂർ സ്വാഭാവികമായിട്ടും ആന്റണിയിലേക്കും വന്നു ചേരും. അത് മോഹൻലാലിനെയും ബാധിക്കാൻ സാധ്യത ഇപ്പോഴാണല്ലേ കറക്റ്റ് ആയത്. കാരണം ആ സിനിമയിൽ മഞ്ജു വാര്യരെ ഇഡി റെയ്ഡ് ചെയ്യുന്നതുണ്ടല്ലോ. സുപ്രിയ മിക്കവാറും ഇതിന് സമാനമായി റെയ്ഡ് തരാൻ സാധിക്കും. കാരണം ഇതൊരു വലിയൊരു ഫണ്ടിങ് ഉണ്ട് ഇവർക്ക്. ഈ ഒരു ഫണ്ടിങ് എങ്ങനെ വന്നു, പൃഥ്വിരാജിന്റെ ഒരു വളർച്ച തന്നെ നമ്മൾ ആ ഒരു ഗ്രാഫ് തന്നെ ശ്രദ്ധിച്ചറിയാം. പെട്ടെന്നായിരുന്നു ഒരു ഉയർച്ച. ഒരു സാധാരണ 10-40 വർഷം സിനിമാ ഫീൽഡിൽ വലിയ രീതിയിലുള്ള മുന്നണിയിൽ നിൽക്കുന്ന നടന്മാരെ അപേക്ഷിച്ച് പൃഥ്വിരാജിനുണ്ടായിരുന്ന ഒരു ഗ്രാഫ് ഉണ്ട്. അത് ഒരു ബിസിനസ് ട്രിക്ക് ആയിരിക്കാം. പക്ഷെ എന്തൊക്കെ ബിസിനസ്സുകൾ, എവിടുന്ന് ഫണ്ട് വന്നു എന്നുള്ള കൃത്യമായി ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ്. ഇഡി നേരെ പോയേക്കുന്ന ഗോകുലത്തിലാണ്. ഇനി ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഗോകുലത്തിന് പ്രശ്നം വരും. മാത്രമല്ല അത് നേരെ ഇനി പോകുന്ന ഈ ഒരു സിനിമയായി ബന്ധപ്പെട്ട ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും മുന്നിൽ പ്രവർത്തിച്ചവർക്കും എതിരെയായിരിക്കും ഇനി ഇഡി പോകുന്നത്. എന്ത് തന്നെയാലും അത് കൃത്യമായ രീതിയിലുള്ള ഫണ്ടാണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഇപ്പോൾ സംശയിക്കുന്നുണ്ടെങ്കിലും അത് പുറത്തു വരട്ടെ. പക്ഷെ ഇപ്പോൾ കളക്ഷൻ കാര്യത്തിൽ ഇവർ പറയുന്ന 200 കോടിയിലധികം വന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഇഡിക്ക് സംശയം വന്നിരിക്കുന്നത്. അപ്പൊ ഈ 200 കോടി രൂപ വകമാറ്റം എന്നുള്ള രീതിയിൽ ഇതിന്റെ ഇൻകം ടാക്സ് അല്ലെങ്കിൽ ഇതിന്റെ പ്രക്രിയകൾ കാരണം നമുക്കറിയാം, ഒരു ബ്ലാക്ക് മണി ആണെങ്കിൽ ഇതൊരു വൈറ്റ് ആക്കാനുള്ള സ്രോതസ്സാണ് സിനിമ എന്നുള്ളത് പല രീതിയിലുള്ള പല നടന്മാരിലോട്ടും ചൂണ്ടുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഗോകുലത്തിനെ പിടിക്കും. ഗോകുലത്തിൽ നിന്ന് നേരെ പോകുന്നത് ആശീർവാദ് സിനിമയിലേക്കും പൃഥ്വിരാജിലേക്കായിരിക്കും. പൃഥ്വിരാജിന് എന്തായാലും ചുരുക്കം പറഞ്ഞാൽ പൃഥ്വിരാജ് വലിയൊരു ബോംബ് തന്നെയാണ് ഇട്ടേക്കുന്നത്. ഇപ്പം എന്താ പറയുന്നത്, ലേഖ പ്രൊഡക്ഷൻസ് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം.
കാരണം ലേഖ പ്രൊഡക്ട്സ് ഒന്നാമതേ അവരുടെ പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ നേരത്തെ മുന്നേ നമുക്കറിയാം എല്ലാം 8 നില പൊട്ടി ആകെപ്പാടെ ഒരു അവസ്ഥയിലേക്ക് അവർ നോക്കിയും കണ്ടുമൊക്കെ ഓരോ പ്രൊഡക്ഷൻ എടുക്കും. ഈ അടുത്ത കാലങ്ങളിൽ അവർക്കുണ്ടായ നഷ്ടങ്ങൾ അതുകൊണ്ട് തന്നെയായിരിക്കാം എമ്പുരാൻ സിനിമ അവർ എടുക്കാൻ മടിച്ചത്. ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രൊഡക്ഷൻ അവർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കും. എന്ത് തന്നെയായാലും അവരതിൽ നിന്ന് പിന്മാറി, അല്ലെങ്കിൽ നേരെ ലേഖയിലോട്ടായിരുന്നു ഈ ഒരു ED റെയ്ഡ് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇതൊരു വലിയ വിവാദം രാജ്യസഭയിൽ വരെ എത്തിയിരിക്കുകയാണ് എമ്പുരാൻ വിഷയം. നമുക്കറിയാം ബ്രിട്ടാസ് ഒക്കെ ഭയങ്കരമായിട്ട് ചർച്ചയൊക്കെ ബ്രിട്ടാസിന് എന്തായാലും അടുത്ത വിഷയമായല്ലേ, കരയാനായി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കടന്നുകയറ്റം എന്ന് പറഞ്ഞ് ഇനി അതെന്തു പറയോ എന്തോ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേൽ EDയുടെ സത്യമാണ് ശ്രീജിത്ത് പറഞ്ഞത്. ഇന്നലെ വരെ രാജ്യസഭയിൽ പറഞ്ഞുകൊണ്ടിരുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ പല വിരുദ്ധർ ഇതിനെതിരെ തിരിയുന്നു, പൃഥ്വിരാജിനെ കൂട്ടമായി ആക്രമിക്കുന്നു, സംഘപരിവാർ ആക്രമിക്കുന്നു എന്നൊക്കെയുള്ള ഇപ്പൊ ED ബിജെപിക്കിടയിൽ മുന്നമുണ്ട് ആ രീതി. അത് തന്നെ, അത് വലിയൊരു പരാമർശമായിരുന്നു. BJP അവിടെ ഇരിക്കുന്ന പാർലമെന്റിൽ ഇരിക്കുന്ന ഒരു BJP MP മുന്നേക്ക് തുല്യാണ്. നമ്മളെല്ലാരും എമ്പുരാൻ സിനിമ ഞാൻ കണ്ടായിരുന്നു. എമ്പുരാൻ സിനിമ ശ്രീത് കണ്ടോന്ന് എനിക്കറിയില്ല. എമ്പുരാൻ സിനിമയിൽ മുന്ന എന്ന് പറയുന്ന കഥാപാത്രം ഒരു പൂർണ്ണ ഗർഭിണിയെ പീഡിപ്പിക്കുന്ന ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന ഒരു ഒരു വില്ലൻ കഥാപാത്രമാണ് മുന്ന. അപ്പൊ അത്തര രീതി നമ്മളൊരു കൊലപാതകയെന്നോ അല്ലെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കിയവനോ എന്നല്ല ബ്രിട്ടാസ് പറഞ്ഞത്. അതുക്കും മേലെ ഒരിക്കലും പറഞ്ഞുകൂടാത്ത ഒരു വേർഡ്, അത് ഒരു ചീത്ത വിളിക്കുന്നത് പിന്നെയും ഭേദമെന്നേ ഞാൻ പറയും. പക്ഷെ ഇതിനേക്കാൾ അപ്പുറം ഒരു നായക കഥാപാത്രത്തെയല്ല, ഒരു വില്ലൻ കഥാപാത്രം. ആ വില്ലൻ എന്താണ്? ഒരു പൂർണ്ണ ഗർഭിണിയെ പീഡിപ്പിക്കുന്ന ഒരു വില്ലനാണ്. ആ വില്ലനാണ് പാർലമെന്റിൽ ഇരിക്കുന്നത് എന്നുള്ളത്. അത് ആരെ ഉദ്ദേശിച്ചാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ ഇത്രത്തോളം ബ്രിട്ടാസ് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ പലപ്പോഴും അതിര് കടക്കുന്നു. ഈ വാക്കുകൾ ഒരിക്കലും അതിര് കടന്നതിന് സുപ്രിയ കൊടുത്തിട്ടുണ്ട് മറുപടി. അത് നമ്മളെല്ലാരും കണ്ടേ. വീണ്ടും സുപ്രിയ കഴിഞ്ഞ വർഷം ഒരു ഇന്റർവ്യൂവിന് ഇതേ ബ്രിട്ടാസിനെ നന്നായിട്ട് വലിച്ചെടുത്തായിരുന്നു, ഇതേ ബ്രിട്ടാസിന്റെ വാക്കുകൾ. അപ്പൊ വാക്കുകൾ സ്ത്രീകളുടെ മേലെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ബ്രിട്ടാസ് അതിര് കടന്നിട്ടുണ്ട്. എന്തായാലും ഇനി ED റെയ്ഡിനെ പറ്റി ബ്രിട്ടാസ് എന്താണോ പറയുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ED ഇപ്പോൾ ഒരു കൊളുത്തിയിട്ടുണ്ട്. ഇതിപ്പോ ചെന്നൈയിലും കൊച്ചിയിലും കോഴിക്കോടും മാത്രമല്ല നീലാങ്കരയിലെ ഗോകുലത്തിന്റെ വീട്ടിലും റെയ്ഡ് നടക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വീട്ടിലേക്കും എത്തിയിട്ടുണ്ട്. അദ്ദേഹം ആശ്വസിച്ചിരുന്നു. മാത്രമല്ല അദ്ദേഹം ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരുന്നു. പരസ്പരം അടിച്ചാലും വിരോധിച്ചാലും രാഷ്ട്രീയക്കാർ തമ്മിൽ കടിപിടി പിടിച്ചാലും അദ്ദേഹം മുടക്കിയ മുതല് തിരിച്ചു കിട്ടി. അതൊക്കെ മേലെ ഒരു പ്രോഫിറ്റും അദ്ദേഹത്തിന് കിട്ടിയല്ലോ എന്നൊരു ആശ്വാസത്തിൽ ഇരിക്കുമ്പോഴാണ് ഇപ്പൊ ED ചെന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കണക്കുകളും കാര്യങ്ങളും എല്ലാം കൃത്യമാവട്ടെ, അല്ലെങ്കിൽ കൃത്യതയോടെ തന്നെ പോവട്ടെ. പക്ഷെ അതിനപ്പുറം ഇപ്പൊ ആശീർവാദ് സിനിമയെ നമുക്കറിയാം, ബറോസ് ഒക്കെ വലിയ നഷ്ടത്തിലായിരുന്നു. ആ നഷ്ടത്തിനിടയിലാണ് ഈ ഒരു ലാഭവുമായിട്ട് എമ്പുരാൻ എത്തിയിരിക്കുന്നത്. അവർക്കെല്ലാം ഒരു ലാഭ കച്ചവടമാണ്. പലരും പറയുന്ന പൃഥ്വിരാജിന്റെ ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലാണ് അത് വന്നുപെട്ട് വീണത് മലയാളികളും ഈ ജനങ്ങളും അതുപോലെ തന്നെ മതവിഭാഗത്തിലുള്ള ഒരു രാഷ്ട്രീയക്കാരുമാണ്. ശരിക്കും CPM ആണ് ഇതിനകത്ത് വീണതെന്നാണ് പൊതുവേ ഉള്ളൊരു ഭാഷ്യം. ഈ പൃഥ്വിരാജിന്റെ ഈ ഇല്ലുമിനാറ്റി ചെന്ന് വീണ് കൊടുത്തേക്കുന്ന CPM തന്നെയാണെന്ന്. കാരണം CPM ആണല്ലോ ഇതിനൊക്കെ തുടക്കം ഇട്ട് കൊടുത്തത്. അതെ, ഇനിയിപ്പോ എല്ലാം കൈരളി പ്രദർശിപ്പിക്കൂ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അത് സുരേഷ് ഗോപി ഇപ്പൊ തിരിച്ചടിച്ചു. നിങ്ങൾ എമ്പുരാന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നെങ്കിൽ TP51 ലെഫ്റ്റ് റൈറ്റ് എന്ന സിനിമയെ നിങ്ങൾ എന്തുകൊണ്ട് പ്രദർശിപ്പിക്കുന്നില്ല? അത് തിരിച്ചു കൊണ്ടുവരണം, അത് തിയേറ്ററുകളിലേക്ക് എത്തുക. അപ്പൊ ഈ മുഖ്യമന്ത്രി എന്തായിരിക്കും പറയുന്നത്? അന്ന് ആ സംവിധായകന് നേരെ ഭീഷണി മാത്രമല്ല, ആ സംവിധായകൻ പറയുന്നേ രാത്രിയിൽ ഇരുട്ടത്ത് തന്റെ കൊച്ചു കുഞ്ഞുങ്ങളോടൊപ്പം അദ്ദേഹം രാജ്യസഭയിൽ എത്തിയത്. ഇപ്പോൾ പിണറായിയെ തന്നെ നാണം കെടുത്തുന്ന രീതിയിലേക്കാണ് അവിടെ പോകുന്നത്. ഈ വിഷയം എടുത്തിട്ടപ്പോൾ സുരേഷ് ഗോപി കൂടുതൽ അലക്കിയിരിക്കുന്നത് ഈ പിണറായി വിജയനാണ്. മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ ഈ 2 സിനിമകളും പ്രദർശിപ്പിക്കാൻ എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഏതായാലും ഒരു ഭാഗത്ത് ED റെയ്ഡ് ഗോകുലത്തിന് വന്ന് എമ്പുരാന് ഒരു റെയ്ഡ് തുടങ്ങിയിരിക്കുകയാണ്. ഇനി നേരെ അത് പൃഥ്വിരാജിലോട്ടും നേരെ സുപ്രിയയിലോട്ടും പോകും. മറ്റൊരു ഭാഗത്ത് മടിക്കുത്തില് കനമില്ലാത്തവന്റെ കനം ഇപ്പൊ പൊക്കി നടക്കുന്ന SFIO. അപ്പൊ ഇത് മൊത്തത്തിൽ എന്താ പറയുന്നത്? മൊത്തത്തിൽ റെയ്ഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോയാണ്. എന്തായാലും ഗോകുലം ഗ്രൂപ്പില് റെയ്ഡ് ആരംഭിച്ചു കഴിഞ്ഞു. ഇനി നേരെ അത് എങ്ങോട്ടേക്ക് എന്നുള്ളൊരു ചിന്തയാണ് ഇനി പോകാനുള്ളത്. എന്തായിരിക്കും എമ്പുരാന്റെ അവസ്ഥ എന്നുള്ളതും നമുക്ക് കണ്ടറിയാം.